തമ്പുരാൻ മീഡിയാസിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഇടവം രാശിക്കാർക്ക് ഈ മാസം മെയ് മാസത്തിൽ എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാവും, നന്മ തിന്മകൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ മാസത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായിട്ടും നല്ല ഫലങ്ങളാണ് നിങ്ങൾ കാത്തു വച്ചിരിക്കുന്നത് എന്ന് എനിക്ക് നോക്കുമ്പോൾ മാത്രമായിരിക്കും അറിയാം. നമുക്ക് റീഡിങ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇടവം രാശിക്കുള്ളിൽ തന്നെയാണ് ഇപ്പോൾ ശുക്രൻ നിലകൊള്ളുന്നത്. രണ്ടാമിടമായ കുടുംബസ്ഥാനത്ത് വ്യാഴവും, നാലാമിടത്ത് വണ്ടി വാഹനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ബന്ധുക്കളെ കുറിക്കുന്നിടത്ത് കേതുവും ഒക്കെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ 10ാം ഭാവമായ തൊഴിൽ ഭാവത്തിൽ സർപ്പവും, 11ാം ഭാവമായ ലാഭസ്ഥാനത്ത് ചൊവ്വയും ശനിയും, 12ാം ഭാവമായ വ്യയസ്ഥാനത്ത് ബുധനും സൂര്യനും നിൽക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകത്തിൽ ഇതുപോലെയുള്ള ഗ്രഹങ്ങൾ അതേ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രഹം അതേ ഇടത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഫലം നിങ്ങൾക്ക് എന്തായാലും വന്നെത്തും. അതുകൊണ്ട് തന്നെ വ്യക്തമായ രീതിയിൽ കേട്ടിട്ട് അതിൻ്റെതായ രീതിക്ക് വേണം നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റി ഇങ്ങനെ നന്നാവണമോ അതോ നശിച്ചു പോകണമോ ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അല്ലാതെ എൻ്റെതായ ഒരു ചിന്തകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമെന്നൊന്നും ഞാനും പറയില്ല. നിങ്ങൾക്ക് ഇവിടെ ലഗ്നത്തിൽ തന്നെയാണ്, ഇവിടെ ലഗ്നം അല്ലെങ്കിൽ രാശിക്കുള്ളിൽ തന്നെയാണ് ഇവിടെ ഈ ശുക്രൻ നിൽക്കുന്നത് എന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ള സ്ത്രീകളോടൊക്കെ വലിയ ഇതുള്ള ഒരു ഇഷ്ടമൊക്കെ തോന്നുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇവിടെ ഇതിലുള്ള മകര നക്ഷത്രത്തിന് അത്തരത്തിലുള്ള പ്രോസസ്സുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരല്പം ചിന്തിച്ചൊക്കെ ഇടപെടുന്നത് നന്നായിരിക്കും. ഇവിടെ കുടുംബപരമായ ഒരു അന്തരീക്ഷത്തെ കണക്കാക്കുന്ന വേളയിൽ ഇതിലുള്ള മൂന്ന് നക്ഷത്രക്കാർക്കും വളരെയധികം നല്ല ഫലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നതാണ് മനസ്സിലാകുന്നത്. അതുപോലെ കലാപരമായ സൃഷ്ടിയും അതുപോലെ കലാപരമായ ചിന്തകളും ഒക്കെ നിങ്ങൾക്ക് വന്നെത്തും. ചിത്രം വരയ്ക്കുന്നത്, ഡാൻസ്, പാട്ട്, അങ്ങനെ എന്തും കലാപരമായ എന്തും ഒരു മ്യൂസീഷ്യൻ ആയാൽ പോലും അത് നല്ല ഫലത്തേക്കാണ് പ്രദാനം ചെയ്യുന്നത്. അതുപോലെ ഗവൺമെന്റ് സംബന്ധപ്പെട്ട ജോലിക്കൊക്കെ അപേക്ഷയൊക്കെ കൊടുത്തിട്ടൊക്കെ ഇരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഈ ഒരു മാസം അതിന് 100% പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണ് പറയുന്നത് ഈ ലഗ്നാൽ നിൽക്കുന്ന ശുക്രൻ. അതുപോലെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിനെ കുറിച്ച്, അതായത് ധനം, കുടുംബം, വാക്ക് എന്ന് പറയുന്ന രണ്ടിൽ നിൽക്കുന്ന വ്യാഴമാണെങ്കിലോ ഇവിടെ പാതകമായിട്ട് കുടുംബത്തിനുള്ളിൽ പാതകമായി നിൽക്കണം. ഇവിടെ നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് കുടുംബം ഒരു വിലയും നൽകില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഉപദേശങ്ങളൊന്നും കേൾക്കില്ല. ഇവിടെ രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് നല്ല പേര്, പെരുമ, അന്തസ്സ്, ആസ്തിയൊക്കെ നമുക്ക് വരണമെന്നാണ് പറയുന്നത്. നിങ്ങൾ പഠിച്ച തൊഴിലെന്തോ പഠിച്ചതെന്തോ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപജീവന മാർഗത്തിനുള്ള വഴിയും മാർഗങ്ങളും 100% ഈ മാസത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ്, LLB ഒക്കെ പഠിക്കുന്ന വ്യക്തികളാണെങ്കിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ 100% ഈ മാസത്തിൽ പുതിയ കേസുകളും വഴക്കുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളും അതുവഴി നല്ല മുന്നേറ്റങ്ങളൊക്കെ വന്നെത്തുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു കാലത്ത് വ്യാഴം അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. എന്നാലും ഇപ്പോൾ കേന്ദ്രാധിപത്യത്തോടു കൂടിയാണ് വ്യാഴം നിങ്ങളുടെ ജന്മജാതകത്തിലൊക്കെ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം പ്രായം, 45 വയസ്സിന് ശേഷം പ്രായമുള്ള വണ്ടി വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സൂക്ഷിക്കണം. രോഗാവസ്ഥകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ചികിത്സിക്കണം. കാരണം ആപത്ത് വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. രോഗാവസ്ഥകളാലും വണ്ടി വാഹനങ്ങളാലും ഒരു ആപത്തൊക്കെ വന്നിട്ടുള്ള കാലഘട്ടം കൂടിയാണ് ഈ ഇടവം രാശിക്കാർക്ക്. എങ്കിലേ ഒരല്പം ജാഗ്രത പുലർത്തിയാൽ അത് നിങ്ങൾക്ക് തന്നെ ഗുണകരമായി മാറുമെന്നുള്ളതാണ് പറയുന്നത്. പാതകമാണ് വ്യാഴം, അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ 4ാം ഭാവത്തിലാണ് കേതു സഞ്ചാരം നടത്തുന്നത്. അപ്പോൾ 4ാം ഭാവത്തിലെ കേതു നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിലുള്ള നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു നോക്കിയാൽ ഇവിടെ നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു വിധത്തിലുള്ള സുഖവും മനസ്സന്തോഷങ്ങളും പ്രാപ്തമാക്കുന്ന ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ വളരെയധികം ജാഗ്രതാപൂർവം ഇരിക്കുന്നത് നന്നായിരിക്കും. അവർക്ക് മാനസികമായ വിഷമതകളൊക്കെ കൊടുക്കാതെ ഇരിക്കുന്നതും, അവരിൽ അനാവശ്യമായ തർക്കങ്ങൾ ഉന്നയിക്കുക, അമ്മ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലോ പറഞ്ഞാലോ നിങ്ങൾ കുറ്റങ്ങൾ പറയുക. കാരണം വെച്ചാൽ ഇവിടെ ഈ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സഹോദരങ്ങൾക്കോ സഹോദരികൾക്ക് അമ്മമാരെന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാനൊക്കെ ആൺമക്കളോട് ചോദിച്ചാൽ ദേഷ്യം വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അമ്മമാർക്ക് എപ്പോഴും പെൺമക്കളോടൊരു സൗഹൃദ മനോഭാവമൊക്കെ ഉണ്ടാവും. അത് മറ്റൊന്നും കൊണ്ടല്ല, അവർ ഒരു സ്ത്രീ ആയതുകൊണ്ട് അന്യ വീട്ടിൽ പോകുന്ന പെൺകുട്ടികളോടൊരു ഇഷ്ടവും സ്നേഹവും അവർക്ക് എപ്പോഴും ഉണ്ടാവും. അതിനനുസരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർ മകന്റെ പക്കൽ നിന്നും സഹായങ്ങൾ ചോദിക്കുന്നത് തെറ്റായിട്ട് എനിക്ക് പറയാനായിട്ട് കഴിയില്ല. അതുപോലെ 4ലെ ഈ കേതു നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ താമസിക്കുന്ന വീട് ഒരുപക്ഷെ നിങ്ങൾ അവിടെ ശരിയല്ല എന്ന് മനസ്സിൽ ചിന്തിപ്പിക്കുകയും മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടാകും. അല്ലെങ്കിൽ പുതിയൊരു ഫ്ലാറ്റ് വാങ്ങുക, പുതിയ വീട് വാങ്ങുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നെത്തും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സമയമായിരിക്കും. ജൂൺ മാസം ശേഷം അത് പ്രോസസ് ആവുകയും ചെയ്യുമെന്നാണ്. വീട് ഉപേക്ഷിച്ച് താമസിക്കും, അതായത് പിണങ്ങിപ്പോക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതിൽ മകയിരക്കാരനായിരിക്കും. അങ്ങനെ പ്രശ്നം വന്നാൽ പിണങ്ങി പോവുകയും മറ്റൊരിടത്ത് പോയി താമസിക്കുകയും ചെയ്യുന്നതും കൂടി മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം. അങ്ങനെ വാക്ക് തർക്കങ്ങൾക്കൊന്നും പോകാതിരിക്കും, അമ്മയോട് കയർക്കാതെയൊക്കെ ഇരിക്കുന്നത് നന്നായിരിക്കും. 4ലെ കേതു നമ്മളെ ഉപേക്ഷിച്ച് പോകാനായിട്ട്
പ്രേരണ നൽകുകയും ധാരാളം അനാവശ്യമായ ശത്രുക്കളെ കൊണ്ടു തരികയും ചെയ്യുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അതുപോലെ അങ്ങനെയെങ്കിൽ 10ാം ഭാവത്ത് നിൽക്കുന്ന കേതു, തൊഴിലിടത്തിൽ നിൽക്കുന്ന സർപ്പം നമുക്ക് എന്ത് ചെയ്യും, രാഹു എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചാൽ നമുക്ക് അതിൻ്റെതായ ഒരു രീതിക്കും കൂടി നോക്കണം. സർപ്പമാണ് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യുന്നത്. സർപ്പം നല്ല രീതിയിലുള്ള ഐശ്വര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഇവിടെ നിനക്ക് ഇറങ്ങുന്നിടത്ത് ഞാൻ നല്ല വിജയവും ഒക്കെ നൽകാം. അതുകൊണ്ട് തന്നെ നീ നിനക്ക് വേണ്ടിയിട്ട് ജീവിച്ചാൽ, ശ്രമിച്ചാൽ നിന്നെ ഞാൻ സഹായിക്കാം. അല്ലാതെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടെങ്കിൽ നീ ഒരുപാട് ക്ലേശിക്കേണ്ടി വരുമെന്നും പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അധ്വാനത്തെ കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രയത്നത്തിനായിട്ട് ഇറങ്ങിയാൽ അത് നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ സ്വയം വഴിയൊരുക്കുന്നുവെന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും. 10ാം ഭാവത്തിലെ സർപ്പം എന്തെങ്കിലുമൊക്കെ ജോലിയോ കാര്യങ്ങളോ ഒക്കെ തന്ന് സമ്പത്ത് തരികയാണെങ്കിൽ അത് നിങ്ങൾക്കായിട്ടുള്ളതാണെന്ന് വെച്ച് സൂക്ഷിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഉപകാരം ചെയ്താൽ ഉപകാര സ്മരണയൊന്നും ഇപ്പൊ കിട്ടില്ല, ഉപദ്രവ സ്മരണ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കിയാൽ നല്ലതെന്ന് ഇവിടെ സർപ്പം ഈ മെയ് മാസം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മദ്യപാനം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിനായിട്ട് ധാരാളം കാശ് ചിലവാക്കും. അങ്ങനെയെങ്കിൽ കാശ് ചിലവാക്കിയാൽ അത് അപമാനങ്ങൾക്കും അപവാദങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ മെഡിസിൻ സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 100% അവർക്ക് ഉന്നതമായ ഒരു പൊസിഷൻ വന്ന് എത്തുന്ന സമയമാണ്. ഒരു അഗ്രസീവായ മോഡ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജയിക്കണം എന്ന ചിന്താഗതി നിങ്ങൾക്ക് വേണം. താൻ തന്നെ പ്രയത്നിച്ചാൽ മാത്രമാണ് അവനവന് പ്രയോജനം. ഇവിടെ സ്ത്രീ പുരുഷ ഭേദമൊന്നുമില്ല, 100% ആ ഒരു രീതിയിൽ പോവുക. അപവാദങ്ങൾ ഉണ്ടാക്കി മദ്യപാനങ്ങളിലേക്ക് ചെന്ന് ചാടി, അതായത് പാർട്ടികളിലൊക്കെ പങ്കെടുത്ത് സ്വയം അപമാനങ്ങൾക്ക് ഇരയാകാതിരിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയേണ്ടത്. അതുപോലെ ഈ ഒരു കാലഘട്ടം മെയ് മാസത്തിൽ ഈ ചില ചിന്താഗതികളോടുകൂടി ചില കൂട്ടുകാർക്കൊപ്പം ചില പബ്ബുകളിലൊക്കെ പോകുന്ന സാഹചര്യങ്ങളൊക്കെ വന്നെത്തും. അത് വിദേശത്തുള്ള കാര്യത്തെക്കുറിച്ചിട്ടും നമ്മുടെ ഇന്ത്യയിലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ സ്വന്തം ഭാര്യയെ വഞ്ചിക്കുന്നതിന് തുല്യമായിട്ടാണ് അത് സ്വയം പണി ഇരന്ന് വാങ്ങുന്നതിന് തുല്യമായിരിക്കും. അത്തരം പ്രോസസ്സുകൾ എവിടെയെങ്കിലും നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ കിട്ടിയ ചാൻസിൽ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയാൽ അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറുകയും ചെയ്യും. അത് തുടർന്നുള്ള വർഷം, അതായത് അടുത്ത മാസം വ്യാഴം ആക്ടിവേഷൻ ആയാൽ പോലും നിങ്ങൾക്കത് ബാധകമായി തന്നെ വരും. കാര്യം ഈ ശുക്രന്റെ ആധിപത്യമാണ് ഈ ഇടവൻ രാശി, വ്യാഴം ദേവന്മാരുടെ ആധിപത്യം കൊണ്ടതാണ്. അപ്പോൾ ഇവിടെ നല്ല ഉപദേശം ഇപ്പോൾ കിട്ടിയാൽ സ്വീകരിക്കാൻ ശ്രമിക്കുക. അതല്ല ശുക്രാചാര്യൻ്റെതായ മനോഭാവമാണെങ്കിൽ ചെന്ന് ചാടാനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കുക. അതുപോലെ ലഗ്നത്തിൻ്റെതായ 11ാം ഭാവം രാശിക്കും 11ാം ഭാവമായിട്ട് കണക്കാക്കാം. രാശിക്ക് 11 കണക്കാക്കിയാൽ നിങ്ങൾക്കിപ്പോൾ ചിന്തിക്കേണ്ട കാര്യം, ചൊവ്വയെ കണക്കാക്കുമ്പോൾ നമ്മൾ ധാരാളം ധനവും സമ്പത്തും ഐശ്വര്യവും ഒക്കെ നിങ്ങൾക്ക് സർപ്പം പറഞ്ഞല്ലോ, ജോലിയിൽ നിന്ന് മികച്ച ഒരാളാക്കി കൊണ്ടുവരാമെന്ന്. പക്ഷേ മറ്റുള്ള കാര്യങ്ങളിലൂടെ അനാവശ്യ ചിലവുകൾ ദോഷത്തെ ഉണ്ടാക്കുന്നു. അപ്പോൾ 11ൽ 10ലെ സർപ്പം തരുന്നതിനെ ഒരു സന്തോഷകരമായി സ്വീകരിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ 11ലെ ചൊവ്വ ധാരാളം ധനമൊക്കെ തരാമെന്ന് പറയുന്നത്, ഐശ്വര്യമൊക്കെ തരാം, നീ ഇറങ്ങുന്ന ഇടങ്ങളിലേക്ക് ഞാൻ നിനക്ക് ഐശ്വര്യമൊക്കെ തരാമെന്ന് ഈ മാസം പറയുന്നുണ്ട്. അതുപോലെ കുടുംബത്തിന് വേണ്ടിയിട്ട് വലിയ രീതിക്ക്, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിക്ക് കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരാളൊന്നും ആകുന്ന സാഹചര്യമില്ല. അവർക്ക് വേണ്ടി കാശുകൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചിലവാക്കുന്ന സാഹചര്യം ഇവിടെ വരും. മറ്റുള്ളവരോട് ദയാപരമായ രീതിയിൽ സംസാരിക്കുകയും അവരോട് നല്ല രീതിക്ക് ഇടപെട്ട് ഞാൻ നല്ലവനാണ്, മിടുക്കനാണെന്നൊക്കെ ചിന്തിക്കുന്ന സമയം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സമയം ഇടവം രാശിക്കാരെ കുറിച്ചിട്ട് എനിക്ക് ചിന്തിക്കേണ്ടത്. ആയുസിനൊന്നും കുറവ് ഇവിടെ ചൊവ്വ വയ്ക്കില്ല എന്നുള്ള ഒരു സത്യം കൂടി മനസ്സിലാക്കുക. ചൊവ്വ ഇങ്ങനെ ഡബിൾ മൈൻഡായി അഗ്രസീവായ ഒരു മോഡ് നമുക്ക് പ്രാപ്തമാക്കുമെങ്കിലും നിങ്ങൾ ശനിയുടേതായ കണക്കിലേക്ക്, ശനിയെ തനിച്ച് ചിന്തിക്കുന്ന വേളയിൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യത്തിലൊന്നും തന്നെ നിങ്ങൾ പിന്മാറുന്ന സാഹചര്യം ഇവിടെ കാണുന്നില്ല. ഇപ്പോൾ ധാരാളം ധനമൊക്കെ എന്തായാലും ലഭിക്കും. തൊഴിൽപരമായ രീതിയിൽ നല്ല മോഡ് എനേബിൾ ചെയ്തു പോയാൽ ധാരാളം ധനമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഉയർന്ന നിലയിലുള്ള ജീവിതമൊക്കെ നൽകാമെന്നും നിങ്ങൾക്ക് പറയുന്നുണ്ട് ശനീശ്വരന്. അപ്പോൾ ഇവിടെ ചൊവ്വയുടേതായ വേഗത കൂട്ടിയ മോഡിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് ആപത്തില്ലാത്ത രീതിക്ക് പോകണം എന്നാണ് എനിക്ക് പറയേണ്ടത്. കുടുംബത്തിൽ ഭാര്യയോടും ഒക്കെ നല്ല ഐക്യതയോടുകൂടി പോകണം. ഭർത്താവാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഐക്യതയോടുകൂടി പോകണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് പോയാൽ 11ാം ഭാവം ലാഭമായി വരുമെന്നാണ് പറയുന്നത്. അതുപോലെ 12ാം ഭാവമായ വ്യയസ്ഥാനം അധികം നല്ല രീതിക്കുള്ള ഒരു ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇവിടെ ബുദ്ധിപരമായ നീക്കങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം വേണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ബുധൻ 12ലാണ് ബുധൻ നിൽക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ ആദരിക്കപ്പെടുന്ന വ്യക്തിയായി മാറും. നിങ്ങൾ മറ്റുള്ളവർക്ക് ബഹുമാനവും ഇഷ്ടമൊക്കെ തേന്നുന്ന ഒരാളായിട്ടൊക്കെ മാറുന്ന സമയമാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ബന്ധുക്കളുമായിട്ടുള്ള ഒരു കലഹങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങൾ ബുധൻ തരും. അന്നേരം മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൺവെർട്ട് ആവുകയും അത് പരാതിക്കും പഴിക്കും കാരണമാവുകയും ശത്രുതയ്ക്ക് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ധനമൊക്കെ പാഴാക്കി കളഞ്ഞാൽ ദാരിദ്ര്യം
വന്ന് സ്റ്റാർട്ടാവുന്ന മാസമാണ്. ഉള്ള ദാരിദ്ര്യമൊപ്പം വീണ്ടും ഉണ്ടാക്കാതിരിക്കുന്നത് നന്നായിരിക്കും. കാരണം അത് ഓവറായി പോയാൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഈ ജൂൺ മാസത്തിന് ശേഷം വളരെ പാതകവും വന്നു ചേരും. നമ്മളായിട്ട് ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് തന്നെ വിനയായി മാറുമെന്ന് ഇവിടെ ബുധൻ 12ൽ നിന്നുകൊണ്ട് പറയുന്നത്. അങ്ങനെയെങ്കിൽ ബുധൻ 12ാം ഭാവത്തിൽ നിന്ന് സൂര്യൻ 12ന്റെ ഒപ്പം ബുധന്റെ ഒപ്പം നിന്നാലോ നമുക്ക് എങ്ങനെയുള്ള ഫലത്തെ ആയിരിക്കും നൽകുക? സൂര്യൻ അഗ്രസീവായ ഒരു ഗ്രഹമാണല്ലോ. കണ്ണുകൾക്ക് കാഴ്ച തകരാറ് എന്തെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ട് തരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുപോലെ തന്നെ സ്വഭാവത്തെ ദുസ്വഭാവമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർ ഇടപെടുന്ന സാഹചര്യം. പുറമേ കാണാൻ സിമ്പിളനും ഒക്കെ ആയിരിക്കും, പക്ഷേ സ്വഭാവം മോശമായിരിക്കുമെന്നാണ് ഇത് സൂര്യൻ പറയുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ജാഗ്രതാപൂർവം പ്രവർത്തിച്ചാൽ ഈ 10ൽ നിൽക്കുന്ന സർപ്പം തരുന്ന നന്മകൾ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് പറയാനായിട്ട് ഉള്ളത്. തീർച്ചയായിട്ടും ഇവിടെ രണ്ടാമത് നിൽക്കുന്ന വ്യാഴം അവിടെ രണ്ടാം ഭാവം കുടുംബസ്ഥാനം നിൽക്കുന്ന ഉപദേശങ്ങൾ കേൾക്കാൻ മടിയൊക്കെ ഉണ്ടാവും. എന്നാൽ കേൾക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ പൊതുവായ അഭിപ്രായം.